പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We are here to praise and worship the anointed Lord, Almighty Lord. ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്, ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ദൈവായുസ്സും ആരോഗ്യം തന്ന് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. സങ്കീർത്തനം 119, 175 പറയുന്നുണ്ട്, അങ്ങേ സ്തുതിക്കാൻ ഞാൻ ജീവിക്കട്ടെ, അങ്ങേ സ്തുതിക്കാനായിട്ട് ഞാൻ ജീവിക്കട്ടെ. സങ്കീർത്തനം 118, 24 കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. അപ്പൊ എന്ത് വേണം നമുക്ക്? സന്തോഷം വേണം, അല്ലെ? ബി ഹാപ്പി ഈസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി, അല്ലെ? സന്തോഷത്തോടെ ഇരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്, അല്ല. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോടും എന്ത് ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:16 പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, അത്രയും മതി. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ രൂപപ്പെടുത്തിയതും രൂപകൽപ്പന ചെയ്തതും ജീവിച്ചിരിക്കാൻ അനുവദിച്ചിരിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മൾ സന്തോഷത്തോടെ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ദൈവമേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്നെ പോലെ വേറെ ആരുമില്ല, എന്തൊരു കഷ്ടമാണ്. ആ പറഞ്ഞത് സത്യമാണ്. ഏത്? എന്നെ പോലെ വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ പോലെ. അത് തന്നെ സന്തോഷിക്കാൻ ഒരു കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര്, രൂപം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ, നമുക്കൊരു ഒറിജിനാലിറ്റി, ഒരു തനിമ എല്ലാത്തിലും ഉണ്ട്. എന്തിനാ? ഏറ്റവും സിമ്പിൾ, നമ്മുടെ ശരീരത്തിന് ഒരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് പോലും ഈ ലോകത്ത് ഭാര്യക്കാ, ഭർത്താവിനാ, മക്കൾക്കാ, വീട്ടുകാർക്കാ ആർക്കും ഇല്ല, അല്ലേ? എല്ലാ കാര്യങ്ങളിലും നമ്മുടെ തമ്പെടുത്താലും കണ്ണിന്റെ റെറ്റിനെടുത്താലും ഇതെല്ലാം ഒരു മനുഷ്യനെ ഒരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തിന് നന്ദി പറയണം. അപ്പൊ വിളിച്ചേച്ചി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 23 മുതൽ 26 വരെ ഉള്ള വാക്യങ്ങള് നമുക്ക് വേണ്ടി ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 14-ാം അധ്യായം 24 മുതൽ 26 വരെ, 23 മുതൽ 26 വരെ വാക്യങ്ങൾ. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ തരണം. കുതിരേനെ വെള്ളം കുടിക്കാൻ തടാകത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. വെള്ളം കുടിക്കണമെന്ന് ആര് തീരുമാനിക്കണം? കുതിര തന്നെ തീരുമാനിക്കണം. എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്കറിയാമെന്ന് നമ്മൾ തന്നെ ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മൈൻഡ് സെറ്റിൽ ഇരുന്ന വല്ല മാറ്റം ഉണ്ടാകും? ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ തടസ്സം. there is a will, there is a way. ജോബിന്റെ പുസ്തകം 22-28 അത് എടുക്കണ്ട. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ മൈൻഡ് സെറ്റിൽ ഇരിക്കണേ, ഇത് ഇങ്ങനെ ആവുള്ളൂ, എല്ലാവരും അങ്ങനെ ആവുള്ളൂ, ഇവരുടെ ആരും ഇങ്ങനെ ആവുള്ളൂ, അത് അങ്ങനെ ആവുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് നമ്മള് ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് മനസ്സിൽ കിടക്കുന്ന ഒന്ന്, പ്രാർത്ഥിക്കുന്നത് വേറൊന്ന്. ഇത് തമ്മിൽ പൊരുത്തമില്ലാതെ എന്തെങ്കിലും നടക്കും? ഒന്നും നടക്കില്ല. അപ്പൊ ആ ഡിസ്റ്റൻസ് പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുത്ത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ക്രമീകരിക്കണം. അപ്പോ പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ. നമ്മളിപ്പോ നമ്മുടെ ബിൽബി സഹോദരന്റെ ഭവനത്തിലാണ് ഇങ്ങനൊരു, നമ്മളോട് ഒരുമിച്ച് കൂടിയപ്പോ എന്നാ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ ആരാധിക്കുക. ഇത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഉള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ പിള്ളേർ ഗിറ്റാറൊക്കെ എടുത്ത് പാടാനും ഒരു നല്ലൊരു ടീം സ്പിരിറ്റ് ആയിട്ട് എല്ലാവരും ഉണ്ട്. ഡെയിനുണ്ട്, റെനിലുണ്ട്, ഡെയിനുവിൻ്റെ വൈഫ് എന്നുണ്ട്, ബിൽബി ചേട്ടനും ഫിലി ചേച്ചിയും, എൻ്റെ ജീവിതപങ്കാളി ജോളിയും, ജോളിയുടെ ഭർത്താവ് ഷൈജു, എല്ലാവരും ഉണ്ട്. നല്ലൊരു ടീം സ്പിരിറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എല്ലാം കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. കാരണം ടീം വർക്കല്ലേ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ പാവനാത്മാവിനുള്ള ആ പാട്ട് നല്ല അഭിഷേകത്തോടെ നമുക്ക് പാടാം. ഒത്തിരി ശ്രേഷ്ഠരായ വൈദികരൊക്കെ പ്രത്യേകിച്ച് നെൽസൺ ജോബ് അച്ഛൻ ഉൾപ്പെടെ വന്ന് പലതവണ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വിചാരന്റെ ഒറ്റ ഒരു സ്നേഹിതനും കൂടെയാണ് അല്ലെ. അതൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു നല്ല സ്പിരിച്വാലിറ്റി, ഒരു സറൗണ്ടിങ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഇങ്ങനെയെല്ലാം തോന്നിയത്. അപ്പോ നമുക്ക് ആ പാട്ട് ഓർമ്മ പാട്ട് പാടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് യേശുവിന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു നിയോഗം ഉണ്ടാകട്ടെ. കാരണം മത്തായി 21:22 പറയുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എവരിത്തിങ് ഈസ് പോസിബിൾ, എല്ലാം ലഭിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പാട്ടുപാടി നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ അത്ഭുതം നടക്കും. പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ ശക്തിയെ നിറയണേ. ഓ സ്വർഗശക്തിയെ ശക്തിയെ നിറയണേ. ദൈവസ്തുതി പാടിടാം നിന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാം നിന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ നിന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. രണ്ട് കരങ്ങളെ യാതനാരോധന പിടിച്ചുകൊണ്ട് നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എന്റെ ഹൃദയത്തിൽ ഇന്നു എന്റെ ഭവനത്തിൽ നിറക്കണമെന്നുമാണ്. നിൻ വിശുദ്ധി എൻ ഭവനത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ ഭവനത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ ഭവനത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. എന്റെ മനസ്സിൽ നിൻ വിശുദ്ധി എന്റെ മനസ്സിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എന്റെ മനസ്സിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങേണമേ നിൻ വിശുദ്ധി എൻ ഭവനത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സമൂഹത്തിൽ എന്ന് പാടാം. നിൻ വിശുദ്ധി സമൂഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഇത് പങ്കെടുക്കുന്ന എല്ലാവരും നിൻ വിശുദ്ധി സമൂഹത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി ലോകം മുഴുവൻ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി ലോകം മുഴുവൻ ഇന്നു നീ നിറയ്ക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധ മറിയത്തിന്റെ സ്തുതിക്കാട്ടി ശുശ്രൂഷയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് മറിയത്തിലൂടെ ഈശോയിലേക്ക് സമർപ്പിച്ച് 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇതാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം മറഞ്ഞും തെളിഞ്ഞും പരിശുദ്ധ ദൈവമാതാവിന്റെ ആ സ്തുതി വചനങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ വചനഭാഗം ഒന്ന് നല്ല സ്വരത്തിലൊന്ന് വായിക്കാമോ? പ്രഭാഷകൻ 40:1. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 40-ാം അധ്യായം 1-ാം വാക്യം. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ഇതാ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ്? സർവരുടെയും മാതാവിന്റെ അടുക്കലേക്ക് തിരിയുന്നത് പോലെ. അപ്പൊ മറിയം, പരിശുദ്ധ മറിയം ആരാണ്? എല്ലാ വിശ്വാസികളുടെയും മാതാവാണ്. സ്വർഗം നൽകിയ അമ്മയുടെ മാധ്യസ്ഥത്തെ വണങ്ങിക്കൊണ്ട് പരിശുദ്ധ മറിയത്തിലൂടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ യോഹന്നാൻ 2:5 പറയുന്നു, ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. പരിശുദ്ധ മറിയത്തെ നമ്മൾ ആദരിക്കുന്നു, യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം എന്താ? പ്രൈസ് ആൻഡ് വർഷിപ്പ്. ആരെയാണ്? നിയമാവർത്തനം 28:10 പറയുന്നുണ്ട്, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകലരും നിന്നെ ഭയപ്പെടും. കർത്താവിന്റെ നാമം മാത്രമല്ല, കർത്താവിനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചു പരിശുദ്ധ അമ്മ. ഇതാ നരകം വെട്ടി വിറക്കുന്ന, പേടിച്ചു വിറക്കുന്ന ഒരു രംഗമാണ് എവിടെ? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പിശാചിന് ഏറ്റവും അലർജിയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ തടസ്സങ്ങൾ നീക്കിത്തരുവാൻ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ സ്വർഗം നിയോഗിച്ച റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങള് അവിടെ പറയുന്നുണ്ട്. ഇതാ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ. ഒന്ന് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? ആർക്കും ഒന്നും പറയാനില്ല. ദൈവം തെരഞ്ഞെടുത്ത അമ്മ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? ഒരു പിഞ്ചു കുഞ്ഞിന്റെ വളർച്ചയിൽ ആരെല്ലാം ഉണ്ടായാലും അമ്മ ഇല്ലെങ്കിൽ പെടുന്ന പാട് എന്താണെന്ന് അറിയാലോ. അപ്പൊ ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അമ്മ ആവശ്യമാണ്. ദൈവത്തിന്റെ ആധ്യാത്മിക ശിശുക്കളായ നമുക്ക് ഓരോരുത്തർക്കും ആര് വേണം? ഒരമ്മ വേണമെന്ന് ആർക്കറിയാം? സ്വർഗത്തിനറിയാം, അല്ലെ? അപ്പൊ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അതായത് ക്രൂശിതനായ മിശിഹായുടെ 2 അന്തിമ ദാനങ്ങൾ ഏതൊക്കെയാണ് ജോളി? വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. പക്ഷെ സമ്മാനം കൊടുക്കാനൊന്നും കയ്യിലില്ല. അമ്മയും ആത്മാവും. ആ സമ്മാനം ദൈവം തരും. കാരണം ജോളി പണ്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇതാണ്, അമ്മയും ആത്മാവും. എത്ര വർഷം മുമ്പാണെന്ന് അറിയാമോ? 25 വർഷം മുമ്പ്. 25 വർഷമായി ആ ലേഖനം എഴുതിയിട്ട്. 25-26-ാമത്തെ
വർഷമാണ്. അമ്മയും ആത്മാവും. അപ്പോ കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഇതാ പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത് എന്താണ്? സ്വർഗം. പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ച് നിൽക്കുമ്പോഴും ഹൃദയം സ്വർഗത്തോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് വാടിപ്പോയില്ല, തളർന്നു പോയില്ല, വിട്ടുപോയില്ല, ദൈവത്തെ ചോദ്യം ചെയ്തില്ല, സംശയിച്ചില്ല, കൂടെയുള്ളവരെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. പ്രതിസന്ധികളിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന അമ്മ. മറിയത്തിലൂടെ നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മയും ആത്മാവും സ്വർഗം തന്ന ദാനം, അവനിലൂടെ സമസ്തവും നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ, കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ കനയരല്ലോ, നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ കനയരല്ലോ. അറിയില്ല നിന്നയവായി പിടിതാ, അമയത്തിലണയുന്നു സാധുശീല. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. പരിശുദ്ധ മറിയം ദൈവമാതാവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ ഉണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തില് 32-33 വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ ഫലം നല്ലത് വൃക്ഷവും നല്ലത്, അല്ലെങ്കിൽ ഫലം ചീത്ത വൃക്ഷവും ചീത്ത. എന്താ പോലെ ഫലം നല്ലതാണെങ്കിൽ നല്ല വൃക്ഷമായിരിക്കും അല്ലെ. ഇനി വൃക്ഷം ചീത്തയാണെങ്കിൽ അല്ലാതെ ഫലം വൃക്ഷം ചീത്ത അതിൽ നല്ല ഫലം ഉണ്ടാവും ഇല്ല. അപ്പോ വൃക്ഷം നല്ലതാണ്, ഫലവും നല്ലതാണ്. വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്ത. ഇങ്ങനെ അറിയും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ കാരണന്മാരുടെ കുഴപ്പം കൂടെയാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ പറയും അല്ലെ. അപ്പോ ഫലം നല്ലത്, വൃക്ഷവും നല്ലത്. ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അദ്ദേഹം ഒരു വിരുന്നിനിരുന്നപ്പോ ആ പാത്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീണ്. അപ്പൊ അടുത്തിരുന്ന ആള് ചോദിച്ചു, ഇത്രയും സന്തോഷകരമായ ഈ അങ്ങ് ഭാരതത്തിന്റെ രാഷ്ട്രപതിയാണ്, പ്രഥമ പൗരനാണ്, അങ്ങ് എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ്, ഒരു നിമിഷം ഞാൻ എൻ്റെ അപ്പനെയും അച്ഛനെയും അമ്മനെയും
ഓർത്തുപോയി. എത്ര നല്ല മാതാപിതാക്കൾ ഉണ്ടായത് കൊണ്ടാണ് അവര് കഷ്ടപ്പെട്ട, അവര് മുണ്ട് മുറുക്കി ഉടുത്ത്, അപ്പൻ അധ്യാപകനായിരുന്നു, പക്ഷെ 15-ാം തീയതിയൊക്കെ ആവുമ്പോ എല്ലാം തീരും. അമ്മ ഒരു വിധത്തിലാണ് വട്ടം എത്തിക്കുന്നത്. ആ അമ്മയെയും അച്ഛനെയും ഇന്ന് ഞാൻ ഈ വലിയ വിരുന്നിന് മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നത് അവര് സഹിച്ച കഷ്ടപ്പാടുകളാണ്. അപ്പോ മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. വാഗ്ദാനത്തോടുകൂടിയ കൽപ്പന ഇതാണ്: ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞ ദൈവം മാതാവ് വേണ്ട, ഔസപിതാവ് വേണ്ട, അത് പറയോ? ഇല്ല. അപ്പൊ അതൊരു ദൈവികമായ സംവിധാനമാണ്. പ്രഭാഷകൻ 3:4 പറയുന്നുണ്ട്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അപ്പൊ പരിശുദ്ധ മറിയത്തിന്റെ സ്തുതിക്കായിട്ട് നമ്മൾ പാടുകയും വചനങ്ങൾ വായിക്കുകയും കൊന്ത ചൊല്ലുകയും ചെയ്യുമ്പോ സ്വർഗത്തിൽ നിന്ന് കണ്ണുരുട്ടി കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഭസ്മമാക്കി കളയുന്ന ഒരു ദൈവമാണ്? അല്ല. കാരണം ഇപ്പൊ എന്റെ അപ്പൻ ജോയ് ബ്രദർ എന്നേക്കാൾ മുമ്പ് ഈ ഭവനത്തിൽ വരും. നമ്മളൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം അപ്പച്ചന്റെ അടുത്താണ് പ്രാർത്ഥനാ സഹായത്തിനും വചനത്തിനുമായിട്ട് വരും. നീ മോനൊന്നും ഒന്നില്ല. ഞാനൊക്കെ വേറെ ശിശുവാണെന്ന് പറയുന്നത് പോലെ ബിൽബിച്ചേട്ടനൊക്കെ ഓർഗൻ വായിച്ച് ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി തകർക്കുമ്പോ കൊതിയോടെ മാത്രം ജീവിതത്തിൽ കാണാൻ മാത്രം യോഗമുള്ളവരെന്ന് വലിയ ആരാധന പുരുഷന്മാരായിട്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരുന്ന. പക്ഷെ ദൈവം നമ്മുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെല്ലാം ഫലമണിയിച്ച് ഇന്ന് ഈ ബിൽബിച്ചേട്ടന്റെ ഭവനത്തിൽ കൊണ്ടുവന്നിരുന്ന് നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് അത് വേറെ കാര്യം. ഇവിടെ ഇരുന്ന് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് അതൊരു വലിയ ഭാഗ്യമല്ലേ. നമ്മൾ അന്ന് ബിൽബിച്ചേട്ടൻ ഓർഗന്റെ സ്വിച്ചുകളൊക്കെ തുടർന്ന് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കും. പൂച്ചായി കളിക്കുമ്പോ ഇരുന്ന് കാണിക്കൂലേ, ഏതെല്ലാം തുടർന്ന് ഏതെല്ലാം. അപ്പോഴേക്കും ആ കൈ മാറ്റി കളഞ്ഞിട്ടുണ്ടാവും. പാട്ടുകളിട്ട് തകർത്ത് പാടി ദൈവത്തെ ആരാധിച്ച ഒരു കാലഘട്ടമുണ്ട്. ആ അനുഗ്രഹമെല്ലാമാണ് ഇന്ന് നമ്മളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്. അപ്പച്ചന്റെ കൂടെ ഈ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവ് പല ഭവനങ്ങളിലും വന്നിട്ടുണ്ട്. ഭവനത്തെ കർത്താവ് ആ സംവിധാനത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ഒരു കുടുംബത്തിൽ, ഒരു ഭവനത്തിൽ വന്ന് പിറന്നത്. ചുങ്കക്കാരൻ മത്തായിയുടെ ഭവനം, ലാസറിന്റെ ഭവനം, പിന്നെ ആരുടെ ഭവനം? പത്രോസിന്റെ ഭവനം, അല്ലെ? പത്രോസിന്റെ അമ്മായിമ്മ രോഗിയായി കിടന്നപ്പോ അവിടെ വന്നു. പിന്നെ ഏത് ഭവനത്തിൽ വന്നിട്ടുണ്ട്? പെട്ടെന്ന് പറ. നമ്മളെപ്പോഴും വായിച്ച സക്കേസിന്റെ ഭവനം, അല്ലെ? കർത്താവ് ഇങ്ങനെ ഒത്തിരി ഭവനങ്ങളിൽ വന്നു. വേറെ ആരെങ്കിലും ഓർക്കണ്ട? ഒരു കൊച്ചിനെ സുഖപ്പെടുത്താൻ വേണ്ടി കർത്താവ് വന്നു. ഏത് ഭവനമാണ്? മാർക്കോസ് 5. ഒരു ക്ലൂ കൂടെ തരാം. 12 വയസ്സുള്ള കൊച്ചാണ്. ജായിറിസിന്റെ കൊച്ചുമകൾ, അല്ലെ? രോഗം പിടിപെട്ട് മരിച്ചു. പക്ഷെ യേശു ആ ഭവനത്തിലും വന്നു. മാർക്കോസ് 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഈ പ്രോഗ്രാം കാണുന്ന, കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന ഓരോരുത്തരോടുള്ള പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് പാട്ടുപാടി നമ്മൾ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. കാരണം എൻ്റെ അപ്പച്ചന്റെ നല്ല കാര്യങ്ങളും അപ്പച്ചന്റെ അടുത്ത് വന്നതും പ്രാർത്ഥിച്ചെല്ലാം ഞാൻ പറയുമ്പോൾ ഞാൻ അതിനേക്കാൾ കുറഞ്ഞവനായി പോവുകയല്ല ചെയ്യുന്നത്. ഞാൻ ഒത്തിരി അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ നിറയാണ്. കാരണം നമ്മളിൽ ആരെങ്കിലും അന്ന് ഇന്ന ആളുടെ മോനല്ലേ എന്ന് ചോദിക്കുമ്പോ നമുക്കൊത്തിരി സന്തോഷമാണ്. കാരണം അപ്പന് കിട്ടുന്ന ആ ആദരവ് അത് മക്കൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കും. അപ്പോ എല്ലാ ജ്ഞാനത്തിന്റെയും കേന്ദ്രമായ ദൈവം ഇതാ ദൈവത്തിന്റെ ആ ദൈവം തെരഞ്ഞെടുത്ത അമ്മയെയും ആ വളർത്തുപിതാവ് ഔസപിതാവിനെയും ദൈവിക സംവിധാനങ്ങളെയും നമ്മൾ ബഹുമാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വർഗം അത്യധികം സന്തോഷിക്കും. അല്ലെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ആണെന്ന് പറയാം. അപ്പന്റെ കാര്യം കേട്ടപ്പോ, അമ്മയുടെ കാര്യം കേട്ടപ്പോ അവന്റെ നെറ്റി ചുളിഞ്ഞി, അല്ലെങ്കിൽ മുഖം പാടി എന്ന് പറയാം, അല്ലെ? അപ്പൊ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ ആരാധിച്ചുകൊണ്ട് യോഹന്നാൻ 9:31 പറയുന്നുണ്ട്, അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്ന. ഒരു ഇംഗ്ലീഷ് സോങ് പാടാല്ലേ? കുറെ നാളായി ഒരു ഇംഗ്ലീഷ് സോങ് നല്ലോണം പാടിയിട്ട്. എനിക്കറിയില്ല, ഇവര് പാടും. അല്ലെ? ബിൽജനിക്ക് എല്ലാവരും കൂടെ പാടി ഞങ്ങള് സപ്പോർട്ട് ചെയ്തോളാം. അല്ലേലിയ എന്ന് പറയാൻ മാത്രം ഞങ്ങൾ റെഡിയാണ്. അല്ലേലിയ പറഞ്ഞ വശം വരുമ്പോ ഞങ്ങൾ കൂടിക്കോളാം. പക്ഷെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇംഗ്ലീഷ് പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ കർത്താവിനെ ആരാധിക്കാം. എല്ലാ ഭാഷകളുടെ അതിനാഥൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
fragrance of spring. Every creature unique in the song that it sings, all exclaiming, indescribable, uncontainable. You place the stars in the sky and you know them by name. You are amazing, God. All powerful, untamable, awestruck, we fall to our knees as we humbly proclaim. You are amazing, God. Who has told every lightning bolt where it should go? Or see heavenly storehouses laid in its snow? Who imagined the sun and its source to its light? It conceals it to bring us the coolness of light. None can fathom, indescribable, uncontainable. You place the stars in the sky and you know them by name. You are amazing, God. All powerful, untamable, awestruck, we fall to our knees as we humbly proclaim. You are amazing, God. You are amazing, God. ഹല്ലേലൂയ. നാമത്തോടെ ആരാധിക്കാം. Sing hallelujah. ആരാധന്മാരോട് ചേർന്ന്, സ്വർഗീയ വൃന്ദത്തോട് ചേർന്ന്, എല്ലാ ഭൂവാസികളോടും സ്വർഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 43, 29, 30. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, അവിടുന്ന് അതിനും ഉപരിയാണ്. ആരാധന സ്തുതികളുടെ സ്തോത്രങ്ങളുടെ മധ്യേ കടന്നു വരുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഗാനത്തിന്റെ വരികളിലൂടെ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിഗീതം പാടി സ്തുതിക്കുമ്പോൾ അപ്പോസ്തലബോധനം 16-ാം അധ്യായത്തിൽ കാണുകയാണ്. ഇതാ ഭാവി പ്രവചനം വഴി യജമാനന്മാർക്ക് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടിമ പെൺകുട്ടിയിലെ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ചതിന്റെ പേരില് ഇതാ യേശുവിന്റെ നാമത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം, ആ ദുരാത്മാവ്, അതിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് ആ അപ്പോസ്തലന്മാർക്ക് പീഡകൾ സഹിക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അവരുടെ ചങ്ങലകൾ കിലുക്കി, അവര് തടവുകാരിത് കേട്ടുകൊണ്ടിരുന്നു. അവര് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അവരുടെ അടിമച്ചങ്ങലകൾ പൊട്ടി വീണു, കെട്ടുകൾ പൊട്ടി. ന്യായാധിപന്മാർ 15-14 പറയുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. ഈ പ്രോഗ്രാം കാണുന്ന അവർക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ഈ ഏറ്റവും മനസ്സ് തകർന്നും വേദനിച്ചും വിഷമിച്ചും
പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ അടിമച്ചങ്ങലകൾ പൊട്ടട്ടെ, പാപത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. തിരക്കം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അപ്പോസ്തലന്മാർ ആരാധിക്കുമ്പോൾ തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അർദ്ധരാത്രിയോടടുത്ത് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതിലവരെ ഒരു മടുപ്പും തോന്നിയില്ല. ആരാധിച്ച് പ്രതികൂലങ്ങളുടെ നടുവേ കർത്താവിനെ ആരാധിച്ചു. അവരൊന്നു മാത്രം ചെയ്തുകൊണ്ടിരുന്നു, ഗീതം പാടി, സ്തുതിഗീതം പാടി പ്രതികൂലങ്ങളുടെ മധ്യ കർത്താവിനെ ആരാധിച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ഇന്ന് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണോ? കാരാഗ്രഹ വാസങ്ങളോ, വിപരീത അനുഭവങ്ങളോ, ഒറ്റപ്പെടലോ, ആന്തരിക മുറിവുകളോ, മാനസിക സംഘർഷങ്ങളോ, ജീവിതത്തിലെ എതിർപ്പുകളോ, രോഗപീഠകളോ ഏതുമാകട്ടെ, ഇതാ കർത്താവിനെ ആരാധിക്കുക. അപ്പോൾ പൗലോസും ശീലാസും കർത്താവിനെ ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ പൊട്ടിവീണു, കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു, അത്ഭുതം നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുക. സങ്കീർത്തനം 68:28, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി, അനോയിന്റിംഗ് പവർ, ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് എവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും അവരിലേക്ക് ഈ കുടുംബങ്ങള് കർത്താവ് ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ ശക്തിയുടെ പ്രവാഹം ഉണ്ടാകട്ടെ. ഗാനത്തിന്റെ വരികളിൽ ചേർന്ന് വീണ്ടും കർത്താവിനെ ആരാധിക്കാം. We are here to praise you. Lift our hearts and sing. We are here to give you the best that we can bring. And it is our love rising from our heart. Everything within us cries, Abba Father. Help us now to give you pleasure and delight. Heart and mind and will that say, I love you, Lord. We are here to praise you. Lift our hearts and sing. We are here to give you the best that we can bring. And it is our love rising from our heart. Everything within us cries, Our Father. Help us now to give you pleasure and delight. Heart and mind and will that say, I love you, Lord. I love you, Lord. I love you, Jesus. I love you, Lord. I love you, Jesus. I love you, Jesus, deep down in my heart. ഓ ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ ആ പ്രകാശം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ സ്നേഹം എന്നിലേക്ക്, ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. യേശുവിന്റെ ജ്ഞാനസ്നാനവേളയിൽ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ.
അപ്പോസ്തലന്മാര് കർത്താവിനെ ആരാധിച്ചപ്പോൾ തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ മേലും കന്യാംബികയുടെ മേലും സ്ത്രീഹന്മാരുടെ മേലും ഇറങ്ങി വന്നതുപോലെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലും ആകുല വേളകളിലും ഞങ്ങളുടെ മുറിവുകളെല്ലാം അങ്ങയുടെ തിരുമുറിവുകളോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭവനം മുഴുവൻ നിറയട്ടെ. മംഗള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുന്നവർ, ഒരു വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു ഭവനം കൊടുക്കണമേ. നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഭവനം, ജോബ് 8-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങള്, ആ വചനത്തിന്റെ അഭിഷേകം നിശ്ചയമായും നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഭവനം അവിടെ നിന്നും നൽകും. വീണ്ടും ജെറമ്യാ പ്രവചനം 29:5-6 വാക്യങ്ങളില്, ഇതാ നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, വീട് പണിത് അതിൽ വസിക്കുവിൻ, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുവിൻ എന്ന്. അതായത് വീടിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി തേടി അലയുന്ന മക്കളെ സമർപ്പിക്കുന്നു. കടബാധകൾ നട്ടം തിരിയുന്നവർക്ക് അവയിൽ നിന്ന് മോചനം നൽകണം. സുഭാഷിതം 10:22 വചനത്തിന്റെ അഭിഷേകം, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുകയില്ല. കർത്താവിന്റെ അനുഗ്രഹ സമ്പത്ത് കൊണ്ടുവരുന്നു. കർത്താവിന്റെ അനുഗ്രഹ സമ്പത്ത് കൊണ്ടുവരുന്നു. കർത്താവെ, പണം മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ചില വാല്യൂസ്, ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, ജീവിത പങ്കാളികൾ, മക്കള്, കുടുംബാംഗങ്ങള്, ഞങ്ങളുടെ ബന്ധങ്ങള്, സുഹൃത്ത് വലയങ്ങള്, തൊഴിൽ മേഖലകള്, ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യങ്ങള്, ഞങ്ങളുടെ ആവശ്യങ്ങള്, ഇതെല്ലാം ഞങ്ങൾ അങ്ങയുടെ മാതാപിതാക്കൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹ സമ്പത്ത് കൊണ്ടുവരുന്നു. അവിടെ അതിൽ ദുഃഖം കലർത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നന്ദി ദൈവമേ. അപ്പോസ്തലപ്രവർത്തനം 2:21 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കർത്താവെ, രക്ഷകവാതിൽ തുറന്നു കൊടുക്കണമേ. കഴിഞ്ഞ അനേക നാളുകളായി കണ്ണുനീരിൽ മുതിർന്ന ജീവിതങ്ങള്, കർത്താവെ, കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥകള്, ശത്രുതയുടെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഈ മനുഷ്യർക്ക്, ഈ മക്കൾക്ക് അന്ന് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, മക്കളെ വിശുദ്ധീകരിക്കണമേ, വ്യക്തികളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് ആരാധിച്ച് സ്തുതിച്ച് 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദി നന്ദി. കർത്താവെ, ബുദ്ധിക്കതീതമായ കാര്യങ്ങള്, മഹത്തരമായ കാര്യങ്ങള്, നിഗൂഢമായ കാര്യങ്ങള്, രോഗശാന്തിയുടെ വചനങ്ങൾ അങ്ങ് അയക്കണമേ. ജെറമ്യാ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, ഞാൻ നിനക്ക് ഉത്തരമരുളും. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഉത്തരം കിട്ടാതെ കിടക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ കർത്താവ് അധികാരം ഏറ്റെടുക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിനെ കടത്തിക്കൊണ്ടുവാ. നീ സ്വയം മടുത്ത് മരിച്ച് മരവിച്ച് ഇരിക്കുന്ന അവസ്ഥയാണോ? ഇതാ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തരവും നിഗൂഢവുമായ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് പോവുകയാണ്. ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള കാര്യമോ വ്യക്തിയോ ജോലിയോ വിസയോ ആവശ്യങ്ങളോ ആയിരിക്കാം. സംഗീതത്തിലെ 2:8 പറയുന്നുണ്ട്, നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും. നീ എന്നോട് ചോദിക്കുക. ഇപ്പോൾ ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള നിയോഗം ഒന്ന് വിശ്വാസത്തെ സമർപ്പിച്ച് ദൈവം നമ്മളോട്, എന്റെ ദൈവം നിങ്ങളുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, നീ എന്നോട് ചോദിക്കുക. സംഗീതത്തിലെ 2:8 നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഭവനങ്ങൾ ഇപ്പോൾ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ. സംഗീതം 147:15 കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു. പായുന്ന വചനത്തിന്റെ ശക്തി, പായുന്ന വചനത്തിന്റെ ശക്തി. കർത്താവേ, മിന്നലൊളി പോലെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ കർത്താവേ, കർത്താവിന്റെ ശക്തി, വചനം ഇപ്പോൾ ഓരോ വ്യക്തിയും ആയിരിക്കുന്നിടത്ത് കടന്നു വരട്ടെ. അവിശ്വാസികളുടെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറയട്ടെ. രോഗികൾ ഇപ്പോൾ ഈ ശക്തിയാൽ ദീർഘമുതൽ കാലുകൾ ഈ ശക്തി ചുറ്റി സഞ്ചരിക്കട്ടെ.
അയൽഭവനങ്ങളിലേക്ക് ദൈവശക്തി എസെക്കിയേൽ 28-24 വചനത്താൽ അവരിലേക്ക് കടന്നു വരട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ അയൽവാസികളിൽ ആരും ഇനിമേൽ കുത്തുന്ന മുള്ളോ മുൾപ്പടർപ്പോ ആയിരിക്കില്ല. മക്കളിലേക്ക് അവരുടെ വിവാഹത്തെ കുറിച്ച് നിശ്ചയം യെശയ്യാ 34:14 കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. കാലിന് അസ്വസ്ഥതയുള്ള വ്യക്തിക്ക് ഇപ്പോൾ സൗഖ്യം കൊടുക്കണമേ. അപകടം പറ്റിയതാകാം, സ്ഥിരമായ രോഗാവസ്ഥയാകാം. ഇപ്പോൾ ദൈവശക്തി കടന്നു വരട്ടെ. തൊണ്ട അടപ്പ്, തൊണ്ടയിലെ മുഴ പറ്റിപ്പോകട്ടെ. തൊണ്ട രോഗങ്ങളുടെ മധ്യസ്ഥനായ മിസ്റ്റർ ബ്ലേസിന്റെ സഹായം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത്ഭുത പ്രവർത്തന വിശുദ്ധ അന്തോണിസിന്റെ മധ്യസ്ഥം ഈ സ്തുതി ആരാധനയിൽ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. രോഗങ്ങൾ മാറിപ്പോട്ടെ. ദൈവശക്തിയുടെ അരിച്ചിറങ്ങട്ടെ. ഈ ഭവനം മുഴുവൻ ഓരോ മുറി കോമ്പൗണ്ട് ഓരോ മൺതരികളിലേക്ക് കടന്നു വരട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. പെരുവെള്ളത്തിന്റെ ഇരച്ചു പോലെ ഈ ശക്തി കടന്നു വരട്ടെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ദൈവശക്തി നിറയട്ടെ. ഈ എല്ലാ നിയോഗങ്ങളുടെ മേൽ കർത്താവ് മഹത്വം എടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. മത്തായി 8:16 യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. കർത്താവേ, പൈശാചിക ബന്ധനങ്ങൾ മൂലമുള്ള കെട്ടുകള്, ശാപകെട്ടുകള്, പാരമ്പര്യ കടങ്ങള്, പൂർവ്വ കടങ്ങളെല്ലാം യേശുനാമത്തിൽ നിർവീര്യമായി പോട്ടെ. അതെല്ലാം തിരുക്കുരിശോട് തിരുമുറിവോട് ചേർക്കുന്നു. തിരക്കം കൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങൾ, ഭവനങ്ങൾ, വ്യക്തികളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടട്ടെ. ഗാനത്തിലൂടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. I come before you today. And there's just one thing that I want to say. Thank you, Lord. ആമേൻ. Thank you, Lord, for all you've given to me. ഹല്ലേലൂയ. For all the blessings that I cannot see. ജീസസ്. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. For all you've given to me. You took my darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. ദൈവമേ, നന്ദി. നന്ദിയല്ലാതൊരു വാക്ക് ഇല്ല. നന്ദിയല്ലാതൊരു വാക്കില്ല. ചേട്ടാ, ദൈവസ്നേഹം വർണ്ണിച്ചില്ല. കിട്ടണ വരെ മതി. ഒന്ന് നമുക്കതും കൂടെ പാടി എൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഇന്നും ഈ ഇംഗ്ലീഷ് സോങ് എല്ലാം പാടിയപ്പോൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള പാട്ട് പോലെയാണ് ഞാനൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞത്.
പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടത്. പ്രൈസലോ. അപ്പൊ അതാണ് പരിശുദ്ധാത്മാവ് വേണ്ടത് തരുമെന്ന് പറയുന്ന. ഒന്നുകിൽ നമുക്ക് മിണ്ടാതിരിക്കായിരുന്നു, പക്ഷെ അത് കേൾക്കുമ്പോ ഇവര് പാടുമ്പോ നമുക്കത് അതൊരു നല്ലൊരു സ്പിരിറ്റ്, നല്ലൊരു സ്പാർക്ക് ഉണ്ടായില്ലേ, നമുക്കൊരു അനോയിറ്റിങ്, നല്ലൊരു സ്പാർക്ക് അല്ലെ. അത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അവർക്കത് മനസ്സിലാവും. ഒരു കറണ്ട് ഒഴുകുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു വലയം എവിടെയൊക്കെയോ ഇതിങ്ങനെ ദൈവാഭിഷേകം തട്ടുന്നുണ്ട്, പകരുന്നുണ്ട്. എത്രയോ തടസ്സങ്ങൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊരു വലിയ സാക്ഷ്യമായി തീരും. അതുകൊണ്ട് ഈ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹം, ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ. അങ്ങനെ ഒരു പാട്ട് ഇംഗ്ലീഷിലുണ്ടല്ലേ, ഈസ് സോ വണ്ടർഫുൾ, ലവ് ഈസ് സോ വണ്ടർഫുൾ, ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ, ഓ വണ്ടർഫുൾ. മോളെ നോക്കറിയാമോ പാട്ട്? ഒന്ന് പാടി, പാടിയോ. It's so wonderful, God's love. It's so wonderful, God's love. It's so wonderful, oh wonderful love. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോ മലയാളത്തില് ദൈവസ്നേഹം വർണ്ണിച്ചിട. അതൊന്ന് പാടി നമുക്ക് പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്നാലും സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ഫലമെവിടെ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. ജോളി പാട്ടിന്റെ വെളിച്ചത്തിൽ ഒന്ന് എല്ലാവരും സമർപ്പിച്ച് ചെറിയൊരു പ്രാർത്ഥന നടത്തി. എൻ്റെ മൂന്നവരെൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനോട് കളിച്ചതിനാൽ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞാനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. പ്രാർത്ഥന നടത്തി. യേശുവേ, അനേകരിൽ നിന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്നതിനും അങ്ങേ സ്തുതിക്കുന്നതിനും ഒത്തുചേരാൻ അനുവദിച്ചതിനോർത്ത് യേശു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യും. ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. പറ്റണമല്ലേ എന്നാ മോള് പ്രാർത്ഥിക്ക്.
നല്ല ഈശോയെ, ഇന്ന് ഈ സായാഹ്നത്തിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഈ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കി തരികയും അതുപോലെ തന്നെ അങ്ങയെ പാടി സ്തുതിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതെല്ലാം അങ്ങ് സാധിച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കാലുവേദന, കൈവേദന, ശരീരം മുഴുവൻ വേദന ഓടിക്കളിക്കുന്നവര്, മുട്ടിന്റെ വേദന പ്രയാസപ്പെടുന്നവര്, ഈ ഷൈജു ബ്രദർ പറയുന്ന കാര്യമല്ല. ഈ ശുശ്രൂഷയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആർക്കൊക്കെയോ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്, ഒരുപാട് സങ്കടങ്ങളിൽ നിന്ന് മോചനം കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലോണം ഇനി പ്രാർത്ഥിക്കണം, പഴയ പോലെ ഒന്നും പോയാൽ പോരാ, അങ്ങനത്തെ ഒരു ബോധ്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മത്തായി 10:8 പറയുന്നുണ്ട്, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. അതായത് ദൈവത്തിന്റെ വചനം എവിടെ പറഞ്ഞാലും ഇതെല്ലാം ലൈവായിട്ട് സംഭവിക്കും. പക്ഷേ നമ്മളിത് ഏറ്റെടുക്കാറില്ല, വിശ്വസിക്കാറില്ല. അതുകൊണ്ട് നമ്മളിത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ വിദൂരസ്ഥവും സമീപസ്ഥവും ആ ഡിസ്റ്റൻസ് ഒക്കെ മാറിപ്പോയിട്ട് അത് നമ്മളിൽ ഫുൾഫിൽ ചെയ്യും. പരിശുദ്ധ മറിയത്തിൽ വചനം മാംസം ധരിച്ച പോലെ നമ്മളിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വരേണ്ടത്. ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശോയുടെ ആത്മാവിനെ കൊണ്ട് നിറക്കണമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കർത്താവിന്റെ അടുത്ത് വരുന്നത്. കഷ്ടപ്പാടുണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, ലോകത്തിന്റെ നിയമങ്ങള്, ഞെരുക്കങ്ങള്, അവിചാരിതമായ അപകടങ്ങൾ. പക്ഷെ അതിലൊന്നും പതറിപ്പോകരുത്. യെശയ്യാ 30:20-21 പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പറയുന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവായി ജീവിതം പോരാ. റെനില് ഏതെങ്കിലും അറിയാവുന്ന ഒരു വചനം പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മനസ്സിൽ നിന്ന് അങ്ങനെ പോരട്ടെ. ഇതുപോലത്തെ ഒരു അവസരം ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ കിട്ടൂല. വചനമായാലും മതി, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാലും റെനിലിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു വചനം. എന്നാ പ്രാർത്ഥന പറഞ്ഞു, അവര് പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച പോലെ. നല്ല ദൈവമേ, ഇന്ന് പ്രഭാതം കാണാനും സൂര്യോദയം കാണാനും ഇതേപോലെ ഇന്നിവിടെ വൈകിട്ട് ഒത്തൊരുമിക്കാനും പറ്റിയതിനും ഇത്ര നല്ല ജീവിതം നൽകുന്നതിനും നന്ദി പറയുന്നു. ഇതുപോലെ ആരോഗ്യം തന്നതിനും ഇനിയെന്നും ഇങ്ങനെ ഈശോന് വേണ്ടി പാടാനും സ്തുതിക്കാനും നല്ലൊരു നാവും സംഗീത നോളജ് തന്നതിനും ഞാൻ നന്ദി പറഞ്ഞു. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാന ശക്തിയും ബലവും എന്നേശുവിന്. ഈ വീട്ടിൽ ഒരാളിപ്പോ ഇവിടെ ഇല്ല. ഫേബ ബാംഗ്ലൂർ ജോലിയിലാണ്. ഫേബയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡൈനിന്റെ മനസ്സിൽ ഏറ്റവും സമീപമായിട്ട് ഇപ്പൊ വരുന്ന പാട്ടോ വരിയോ വചനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിറിക്സ് ആകാം. പറഞ്ഞ പപ്പ അത് പ്ലേ ചെയ്യും. അത് തന്നെ ഒരു അനുഗ്രഹമില്ല. അപ്പം വായിക്കണം, ഓൻ പാടണം, അങ്ങനെ ആയാലും കുഴപ്പമില്ല. മനസ്സിൽ വരുന്ന ഏതാന്ന് വെച്ചാൽ ഒരു പ്രൈസ്, വചനമോ പാടും.
down, way down. Holy Spirit, way down, way down. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ഭവനത്തെയും ഇന്നത്തെ ശുശ്രൂഷയെയും നമ്മുടെ ജീവിതം സമർപ്പിക്കാം. മുന്നോട്ടുള്ള ഓരോ പ്രയാണങ്ങളെയും ഈ പ്രോഗ്രാം കാണുന്നവര്, കേൾക്കുന്നവര്, അതിൽ പങ്കെടുക്കുന്നവര്, ഷെയർ ചെയ്യുന്നവരെല്ലാം അവരെല്ലാം സ്വർഗം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, ലോകം മുഴുവൻ ഇന്നേ ദിവസം കത്തോലിക്ക സഭയിൽ അർപ്പിക്കപ്പെടുന്ന 5 ലക്ഷത്തോളം വരുന്ന വിശുദ്ധ കുർബാനകളുണ്ട്. നമ്മളിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്നുണ്ട്. ആ ബലികളോട് ചേർത്ത് നമുക്ക് വേണ്ടി നിത്യ പുരോഹിതനായ യേശു അർപ്പിച്ച ആ ബലിയോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട്, എല്ലാ നല്ല മനുഷ്യരുടെ സൽപ്രവൃത്തികളോട് ചേർന്നുകൊണ്ട്, പാവനാത്മാവേ, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ആവേ 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 മരിയ, ആവേ 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 മരിയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് നമ്മൾ തുടങ്ങിയതുപോലെ അല്ല, എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു സന്തോഷം. ആരാധന പോലെ നമുക്ക് റിലീസാകാൻ പറ്റിയ, ദൈവസ്തുതി ആരാധന പോലെ നമുക്ക് റിലീസാകാൻ പറ്റിയ വേറൊരു കാര്യവും ഈ ലോകത്തില്ല. വിശുദ്ധ കുർബാനയാണ് ഏറ്റവും ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാനായിട്ട് സാധിക്കും. അത് ഇത്രയും പേരായിരുന്നപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ പുകമഞ്ഞ് പോലെ, മേഘം വന്ന് മൂടിയ പോലത്തെ, പിന്നെ കരണ്ട് ഒഴുകുന്ന പോലത്തെ ഒത്തിരി സ്പർശന അനുഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് കൂടുന്ന, കാണുന്ന, കേൾക്കുന്ന, ഷെയർ ചെയ്യുന്ന അവിടെ നിന്നൊക്കെ നല്ല ഫീഡ്ബാക്ക് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അത്
കേൾക്കാനായിട്ട് സാധിക്കും അല്ലേ റെന്നില്ലേ? ഓക്കെ, റെല്ലിൽ ഇങ്ങനത്തെ കാര്യം കൂടിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ചേട്ടാ വേറെ സ്ഥലത്തൊക്കെ പോയി നമ്മൾ ചെയ്യുന്നത് പോലെയാണോ നമുക്ക് തോന്നിയത്? നമ്മുടെ ഭവനത്തില് ദൈവത്തെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കൂടിയത് 2 വീട്ടുകാരും വിഭജനക ബഹ്റൈനിലോട്ട് മടങ്ങി പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഒരുമിച്ച് കാണാനാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സജഷൻ അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. നമ്മളെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. നമ്മൾ ലോകത്തിന്റെ കുറെ വർത്താനം പറഞ്ഞ് പിരിഞ്ഞ് പോകേണ്ടവരല്ല. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ലെ? അപ്പൊ അത് എല്ലാവർക്കും സാധിക്കുന്ന കിട്ടുന്ന ഒരു കാര്യമല്ല. ജോലി എന്താ പറയണ? നല്ല അല്ലേ, നല്ല റിലീസായി അല്ലെ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഇതൊക്കെ വലിയ ടെസ്റ്റ് മണി ആയിട്ട് മാറും. ഈശോന്റെ തിരുഹൃദയത്തിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് നമ്മള് ഇത് ചെയ്തത്, പ്രാർത്ഥിച്ചത്. അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, ഒന്നും കിട്ടാൻ വേണ്ടിയല്ല. പക്ഷെ നമുക്കറിയാം പാപികളായ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് പോയത് അവർക്കൊന്നും കൊടുത്തില്ലല്ല, ഒന്നും കഴിച്ചില്ലല്ല, ഒന്നും കഴിക്കാതെ പോകല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ? വേണ്ടെങ്കിലും നിർബന്ധിച്ചാലും പറയും. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താ? 10 മടങ്ങാണ്. അയ്യോ അങ്ങനെ പെട്ടെന്ന് പോലെ എന്നൊക്കെ പറയും. അപ്പോ അതുപോലെ നമ്മളെ ദൈവം അനുഗ്രഹിച്ചിട്ടേ വിടുവുള്ളു, ഉറപ്പാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബി ഹാപ്പി ഓൾവേസ്.